ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് ഉത്തമഗീതം എടുക്കാം. ഉത്തമഗീതം, ദ സോങ് ഓഫ് സോങ്സ്. ഉത്തമഗീതം, ദ സോങ് ഓഫ് സോങ്സ്. പാട്ടുകളുടെ പാട്ട്, പാട്ടുകളുടെ പാട്ടെന്നാണ് പറയുന്നത് ഉത്തമഗീതം. പാട്ടുകളുടെ പാട്ട്. ഈ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തിലെ ചർച്ചാ വിഷയവും പ്രമേയവും ഒന്ന് മാത്രം: ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയോ എന്നുള്ളത്. അത് ആലങ്കാരിക ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അല്പം വിദ്യാഭ്യാസമുള്ളവർ മിസ്റ്റിസിസം എന്നൊക്കെ കേട്ട് കാണും. മിസ്റ്റിക്, യോഗാത്മകത്വം, ഭക്തിപരമായ യോഗാത്മകത്വം. മിസ്റ്റിസിസം, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം. പരമാത്മാവ് ദൈവം, ജീവാത്മാവ് മനുഷ്യൻ. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ് മിസ്റ്റിസിസം. നമ്മുടെ മലയാള സാഹിത്യത്തിലും മിസ്റ്റിക് കവികൾ ഉണ്ടായിട്ടുണ്ട്. അനേകം മിസ്റ്റിക് കവിതകൾ വിദേശ ഭാഷകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റിക് കവിത നമ്മുടെ ഹൈന്ദവ തത്വശാസ്ത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ രാധ എന്ന് പറയുന്നത് പല പേരുകളുണ്ട്. രാധയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്ന ഹൈന്ദവ തത്വശാസ്ത്രത്തിലെ ഒരു ചിത്രീകരണമുണ്ട്. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ്. നമ്മൾ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ മഹാഭാരതമോ ഒക്കെ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ചില ഇങ്ങനെ ശ്രീകൃഷ്ണനെന്നോ ശ്രീരാമനെന്നോ അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാം സിംബൽസാണ്. എന്ന് പറഞ്ഞാൽ എന്താ സിംബൽസ്? അതിനർത്ഥം ഒന്നേ ഉള്ളൂ. അതിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നു. ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ളതായ ബന്ധം, അത് അല്ലെങ്കിൽ ശ്രീരാമനും സീതയും തമ്മിലുള്ള ബന്ധം, അതെല്ലാം ചിത്രീകരിക്കുന്ന ആ കവിതാഭാഗങ്ങളെല്ലാം ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി പഠിച്ചാൽ, സാഹിത്യശാസ്ത്രപരമായി പഠിച്ചാൽ, അതെല്ലാം വാസ്തവത്തിൽ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെ ചിത്രീകരിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം. ഉത്തമഗീതം അത് വാസ്തവത്തിൽ ക്രൈസ്തവരുടേത് മാത്രമല്ലത്, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. ഉത്തമഗീതം അത് എല്ലാ ജാതി മതസ്ഥർക്കും അവരവരുടെ വിശ്വാസത്തിന് ഒത്തതുപോലെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉത്തമമായ ഗ്രന്ഥമാണത്. പാട്ടുകളുടെ പാട്ട്. ഈ ശലോമോൻ 1005 പാട്ടുകൾ രചിച്ചു. 1005 പാട്ടുകൾ. അത് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യം വായിച്ചാൽ 1005 പാട്ടുകൾ രചിച്ചു എന്ന് കാണാം. ഈ 1005 പാട്ടുകളിൽ ഏറ്റവും മുന്തിയ പാട്ടാണ് ഈ ഉത്തമഗീതം. അപ്പോൾ ഇത് എഴുതിയത് ശലോമോനാണ്. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പോയതേ ഉള്ളൂ. ശലോമോനാണ് ഈ ഉത്തമഗീതം എഴുതിയത്. വെറും ജഡീകമായ ചിന്താഗതിയോട് വായിക്കുന്ന ഒരാൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വല്ലാത്ത ചില നമുക്ക് കൊള്ളരുതാത്ത രീതിയിലുള്ളതായ ചില ചിന്തകളെല്ലാം വരാവുന്നതാണ്. പക്ഷേ ആദ്യം മനസ്സിലാക്കണം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ മാത്രമാണ് ചിത്രീകരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉത്തമഗീതത്തെക്കുറിച്ച് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് കിട്ടിയ ആ ഒരു പൊതുവായ അറിവ്, ഉത്തമഗീതം, പാട്ടുകളുടെ പാട്ട്, അത് എഴുതിയയാൾ ശലോമോൻ എന്നുള്ളതിനൊന്നുമല്ല പ്രാധാന്യം. ആ പാട്ടുകളുടെ പാട്ടിൽ ഒരേ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഒരു ഇടയനെ കാണിക്കുന്നുണ്ട്. ഒരു ഇടയൻ. ആ ഇടയൻ നല്ല ഇടയനാണ്. ആടുകൾ നോക്കി മലഞ്ചെരിയിൽ കൂടെ നടക്കുന്നൊരു ഇടയനാണ്. ആ ഇടയനും ഒരു ഗ്രാമീണ യുവതിയായ ശലോമിയും തമ്മിലുള്ളതായ സ്നേഹബന്ധം, ആ സ്നേഹബന്ധത്തെ തകർക്കാൻ ശലോമൻ രാജാവ് പ്രയത്നിക്കുന്നു. ശലോമൻ രാജാവ് ജഡീക മനുഷ്യനായിരുന്നു. ജ്ഞാനിയായിരുന്നു, പക്ഷെ ഒരു ജഡീക മനുഷ്യനായിരുന്നു, ആത്മീയനല്ലായിരുന്നു. അപ്പനായ ദാവീദിനെ പോലെ ഒരു ആത്മീയനായിരുന്നില്ല ശലോമൻ. ശലോമൻ രാജാവ് ഒരു ജഡീക മനുഷ്യനായിരുന്നു. ശലോമൻ രാജാവിൻ്റെ പേര് നാം വിശ്വാസികളുടെ പട്ടികയിൽ കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ ശലോമനെക്കുറിച്ച് പറയുന്നില്ല. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം പഴയ വിശുദ്ധന്മാരെക്കുറിച്ച് പറയുന്നതാണ്, പക്ഷേ അതിൽ ശലോമൻ്റെ പേരില്ല. ശലോമോൻ ഒരു ജഡീക മനുഷ്യനായിരുന്നു. ശലോമോൻ ഈ പാവപ്പെട്ട ഗ്രാമീണ കന്യകയെ
സ്വന്തമാക്കാൻ അവൻ മോഹിച്ചു. അവൻ്റെ സ്വന്തം സ്വന്തം ഭാര്യയാക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൾ അതിന് വഴങ്ങിയില്ല. അവൻ്റെ പ്രലോഭനങ്ങളൊന്നും അവൾ അല്പം പോലും ഫലമേശിയില്ല. ഫലമോ, അവൾ നേരത്തെ തന്നെ വാക്ക് പറഞ്ഞിരുന്ന ഒരു ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറാൻ അവൾ തയ്യാറല്ലായിരുന്നു. പ്രലോഭനങ്ങൾ വന്നു, പ്രേരണകൾ വന്നു, പലതരം പരീക്ഷണങ്ങൾ വന്നു. പക്ഷേ ശലോമോൻ്റെ പ്രലോഭനങ്ങൾക്കൊന്നിനും അവളുടെ മനം മാറ്റാൻ സാധിച്ചില്ല. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം അതാണ്, ഉത്തമഗീതങ്ങളുടെ പുസ്തകം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലായി ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ വിളിക്കപ്പെട്ടവരാണ്. അന്ത്യനാളിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം ക്രിസ്തുവിൻ്റെ അരിയിലേക്ക് ചെന്ന് ചേരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധരായി ജീവിച്ചാൽ, ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്താൻ സാധിക്കുകയും ചെയ്യും. കർത്താവ് രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നമുക്ക് പറക്കാൻ സാധിക്കും. എന്നാൽ ഈ ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ ശലോമോൻ പ്രവർത്തിക്കുന്നു, പിശാച് പ്രവർത്തിക്കുന്നു. ശലോമോൻ വാസ്തവത്തിലൂടെ ദുഷ്ടശക്തിയായ ഛിദ്രശക്തിയായ പൈശാചികൻ്റെ ഒരു പ്രതിരൂപമാണ്, സിംബലാണ്. ശലോമോൻ ഈ കന്യകയെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ ഒരു പ്രലോഭനത്തിനും വഴിപെടുന്നില്ല. ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വർണ്ണിച്ച് കേൾപ്പിച്ചിട്ടും അവളുടെ മനസ്സ് മാറുന്നില്ല. ശലോമോൻ ഒരിക്കൽ തൻ്റെ രാജ്യത്തിലൂടെ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കാറുള്ളതുപോലെ സഞ്ചരിച്ചപ്പോൾ ഗ്രാമീണ കന്യകയെ കണ്ടുമുട്ടി. സുന്ദരിയായ യുവതി. ശലോമോൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. അവളുടെ അപ്പനും അമ്മയും ഇല്ല. അമ്മ അവളെ ഒരു നാരകത്തിന് ചുവട്ടിൽ വെച്ച് ഒരു അനാഥയെപ്പോലെ പ്രസവിച്ച് അമ്മ മരിച്ച് കടന്നുപോയി. പിന്നെ ഉള്ളത് അവൾക്ക് ചില സഹോദരന്മാരാണ്. സഹോദരന്മാരുടെ പരിരക്ഷണയിൽ കഴിയുന്ന ഈ ശലോമി അവളെ കണ്ടപ്പോൾ ശലോമോന് അവളിൽ താല്പര്യം തോന്നി. ശലോമോൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ആളയച്ചു. സഹോദരന്മാർ വലിയൊരു ഭാഗ്യം കിട്ടിയെന്നുള്ള സഹോദരന്മാർ കാണുന്നത്. നമ്മുടെ പെങ്ങളെ കൊട്ടാരത്തിലെ രാജ്ഞിയാക്കാൻ പോകുന്നു, എന്തൊരു മഹാഭാഗ്യം, കഷ്ടപ്പാട് തീരാൻ പോകുന്നു എന്നൊക്കെ അവർ ഓർത്തു. പക്ഷെ ശലോമി പറഞ്ഞു, ഇല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഇടയ യുവാവുമായി നേരത്തെ തന്നെ ഞാൻ വാക്ക് പറഞ്ഞു പോയിരുന്നു, ഞാൻ ഉടമ്പടി ചെയ്തു പോയിരുന്നു. അതുകൊണ്ട് എൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിർവാഹമില്ല. എന്തെല്ലാം തരത്തിൽ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചാലും ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൾ പറയുന്ന വാക്കുകൾ സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളെ കഠിനമായി ശകാരിച്ചു നോക്കി. അവസാനം അവളെ കൊടിയ വെയിലത്ത് നിർത്തി, മുന്തിരിത്തോട്ടം കാവലിനാക്കി കൊടിയ വെയിലത്ത് നിർത്തി. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കിയെടുത്ത് പറയുന്നതാണ്. അവളെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. അവൾ പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇരുൾ നിറം പറ്റിപ്പോയി, എൻ്റെ നിറം പോയി, ഞാൻ കറുത്തിരുണ്ട് പോയി. വായിക്കാം, 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും, ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കിയാലും എന്നെ തുറച്ചു നോക്കരുത്. നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ഇരുൾ നിറം പറ്റിപ്പോയി. കാരണം എൻ്റെ സഹോദരന്മാരോട് കോപിച്ചു. അടുത്ത വാക്യം, എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എൻ്റെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. അവർക്ക് എന്നോട് കോപമായി. അവരുടെ അഭീഷ്ടത്തിനൊത്ത് ഞാൻ നിന്നില്ല. ശലോമോൻ്റെ രാജ്ഞിയാകാൻ ഞാൻ പോയില്ല, ഞാൻ തയ്യാറായില്ല. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പൈശാചികൻ്റെ സാത്താന്യ ശക്തിയുടെ കൂടെ പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുർശക്തിയുണ്ട് നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. തിന്മയിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് പോകുന്ന ശക്തിയുണ്ട്, അശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ശക്തിയുണ്ട്. നാം ഓരോരുത്തരും നിങ്ങൾ ശരിയായി ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കും ദുഷ്ടനായ പൈശാചികൻ്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നത്. പൈശാചികൻ നിങ്ങളെ പലവിധത്തിൽ കുരുക്കാൻ നോക്കുന്നത്, തെറ്റിൽ വീഴ്ത്താൻ നോക്കുന്നത്. നിങ്ങൾ കോപം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ദുഷ്ടശക്തി നിങ്ങളെ വശീകരിക്കുന്നതുകൊണ്ടാണ്. പിശാചിൻ്റെ പണിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ പിശാച് നിങ്ങളെ പലതരത്തിൽ നിങ്ങളെ വശീകരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ്.
നിങ്ങൾക്ക് കഷ്ടപ്പാടും ഞെരുക്കവും ദുരിതവും വരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് വരുത്തുന്നതല്ല, അത് ദുഷ്ടനായി പൈശാചികം വരുത്തുന്നതാണ്. ഈ ഒരു ദുരാത്മാവിൻ്റെ കൂട്ടം, സാത്താൻ്റെ പണിയാളുകൾ, സാത്താൻ്റെ കിങ്കരന്മാർ ഓരോ മനുഷ്യനെയും വീഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനുദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ മനുഷ്യനെ നമ്മളെ ബന്ധിച്ച് കൊണ്ടുപോയി നരകത്തിയിലേക്ക് കൊണ്ടുപോയി ആക്കുക, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് നമ്മെ കൊണ്ടുപോവുക. ഇതാണ് സാത്താൻ്റെ ഉദ്ദേശം. പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം നരകത്തിൻ്റെ ഭയാനകത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മെ രക്ഷിച്ച് സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുക എന്നുള്ളതാണ്. ഈ ഇടയനുമായി സ്നേഹബന്ധത്തിലായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മാമോദിസായിൽ സ്നാനത്തിൽ നാം പറയും, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അതാണ് ഉടമ്പടി. ബാല്യത്തിൽ തന്നെ ഉടമ്പടി എടുത്തവരാണ് നാം ഓരോരുത്തരും. ആ ഇടയനുമായുള്ള ബന്ധത്തിനുള്ള ഉടമ്പടി നാം എടുത്തവരാണ്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും നിന്നെയും നിങ്ങളുടെ ഭയത്തെയും നിന്റെ ശക്തിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം പറയും, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. പിന്നെ 3 പ്രാവശ്യം അത് പറയും. ആ ശിശുവിൻ്റെ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട്, തലതൊടുന്നയാൾ, തലതൊട്ടപ്പനോ തലതൊട്ട് അമ്മയോ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് സാത്താനെ ഉപേക്ഷിക്കുന്നതെന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ വലത്തെ കൈയിൽ സ്വന്തം വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലതൊട്ടമ്മ കിഴക്കോട്ട് തിരിഞ്ഞ് മദ്ബാഹിലേക്ക് നോക്കിക്കൊണ്ട്, ത്രോണോസിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഉടമ്പടിയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞത്. അതാണ് ഇടയനുമായി ഉടമ്പടി എന്ന് പറയുന്നതാണ്. അങ്ങനെ ഗ്രഹിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥപൂർത്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇടയനുമായി ഉടമ്പടി ഞാൻ എടുത്തു കഴിഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അത് വിവാഹ നിശ്ചയമായിരുന്നു. വിവാഹ നിശ്ചയമായിരുന്നു. ഈ വിവാഹ നിശ്ചയത്തിൽ നമ്മെ എങ്ങനെയെങ്കിലും വഴിതെറ്റിക്കാനായിട്ട് പിശാച് നോക്കിക്കൊണ്ടിരിക്കും. കർത്താവിനോട് പറഞ്ഞ ഉടമ്പടിയിൽ നമ്മെ തെറ്റിച്ച് നമ്മുടെ ഉള്ളത്തിൽ കടന്നുകൂടാൻ പിശാച് പരിശ്രമിക്കും. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിലും മറ്റു വരുന്നതായ തകർച്ചകൾ. ചിലപ്പോൾ തെറ്റിലേക്ക് പോകാനുള്ളതായ വാസനകൾ, മദ്യത്തിലേക്കോ അരുതാത്ത ജീവിതത്തിലേക്കോ പോകുവാനുള്ള വാസനകൾ, കഞ്ചാവിലേക്കോ മയക്കുമരുന്നിലേക്കോ പോകാനുള്ളതായ വാസനകൾ, വഴക്കും ബഹളവും കലഹവും ഉണ്ടാക്കാനുള്ളതായ താല്പര്യങ്ങൾ, അറിയാതെ തന്നെ പെട്ടെന്ന് നാം കോപിച്ചു പോകുന്നത്, ഇതെല്ലാം നമ്മെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചെടുത്ത് തൻ്റെ സ്വന്തം പോക്കറ്റിലാക്കിക്കൊണ്ട് നമ്മെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പിശാചിൻ്റെ പരിപാടിയാണിതെല്ലാം. ഇത് മനസ്സിലാക്കുന്നൊരു ദൈവവൈദ്യൽ വളരെ ശ്രദ്ധയോടെ കൂടി നിൽക്കും. എൻ്റെ ദൈവമേ, എന്നെ പിശാച് ഒരിക്കലും എന്നെ ബന്ധിച്ചുകൊണ്ട് പോകാൻ ഇടവരല്ലേ, കർത്താവേ പിശാചിൻ്റെ ബന്ധത്തിൽ ഞാൻ അകപ്പെട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ശലോമി എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അവൾ വഴങ്ങിയില്ല. സഹോദരന്മാരെ അവൾ നിർബന്ധിച്ചു. നമുക്ക് വലിയ മഹാഭാഗ്യം കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിന് വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. മോളെ, നീ ഒരാൾ വിചാരിച്ചാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം എല്ലാം ഇനിയും വളരെ വർദ്ധിക്കും. നീ രാജ്ഞിയാകാൻ പോവുകയാണ്. ശലോമോനോ എത്രയോ മഹാനായ മനുഷ്യനാണ്, മഹാജ്ഞാനികൾ ജ്ഞാനിയാണ്. സഹോദരന്മാർ ഇതെല്ലാം അവളെ ഉപദേശിച്ചു. അവൾ വഴങ്ങിയില്ല. അപ്പോഴാണ് അവൾക്ക് ദേഷ്യം വന്ന് സഹോദരന്മാരവളെ മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. നിൻ്റെ സൗന്ദര്യം കൊണ്ടല്ലേ നീ ഇത്രയും അഹങ്കരിക്കുന്നത്, നിൻ്റെ ആരോഗ്യം കൊണ്ടല്ലേ നീ ഇത്രയും അഹങ്കരിക്കുന്നത്, നിൻ്റെ നിറത്തിൻ്റെ മേന്മ കൊണ്ടല്ലേ നീ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെടാത്തത് എന്ന് പറഞ്ഞ് സഹോദരന്മാരവളെ മുന്തിരിത്തോട്ടം കാവലാക്കി. അവളെ പറയുക, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുന്നു, നിങ്ങളതിനെ തുറച്ചു നോക്കല്ലേ. ഈ പാവപ്പെട്ട കന്യകയെ തുറച്ചു നോക്കുന്നു മനുഷ്യർ. അവളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. കേൾക്കൂ, ഇവളെ ശലോമോന് കിട്ടുകയില്ല എന്ന് വന്നപ്പോൾ ശലോമോൻ തീരുമാനിച്ചു, മാനുഷികമായ തീരുമാനം, ഞാൻ ഇവളെ കൊണ്ടുവന്ന് എൻ്റെ കൊട്ടാരത്തിൻ്റെ മഹിമയൊക്കെ കാണിച്ചാൽ ഇവളെനിക്ക് വശമതിയായേക്കും. അവൾക്കിപ്പോൾ ഒരു ഇടയൻ, വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത ഇടയൻ, ആടുകൾ നോക്കി നടക്കുന്ന ഇടയൻ, അവൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് രാജകൊട്ടാരത്തിൽ അരമനയിൽ പാർക്കുന്നത്. ശലോമോൻ അവൾക്ക് വേണ്ടി ഒരു പ്രത്യേക അരമനയുണ്ടാക്കി, ഒരു വലിയൊരു അന്തഃപുരം. അവിടെ വളരെ മനോഹരമായ വിശേഷ അലങ്കാരമുള്ള ആ മനോഹരമായ അരമനയിൽ അവളെ പാർപ്പിച്ചു. അവളുടെ ചുറ്റുമിരുന്ന് എപ്പോഴും പാട്ട് പാടാൻ യെരൂശലേം പുത്രിമാരെയാക്കി. കന്യകമാർ, അവർ യെരൂശലേം പുത്രിമാരാണ്. അവരെ ആക്കി അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ടും ശലോമോൻ്റെ വർണ്ണനയാണ്.
ശലോമോൻ ആയിരങ്ങൾ സുന്ദരനാണ്, 10,000 സുന്ദരനാണ്, ശ്രേഷ്ഠനാണ്, അനേക യുദ്ധങ്ങൾ നടത്തിയ വീരനാണ്, ജ്ഞാനികൾ ജ്ഞാനിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശലോമോനെ പ്രകീർത്തിച്ചുള്ളതായ ഗാനങ്ങൾ അവർ പാടിക്കൊണ്ടിരുന്നു. ഓരോ പാട്ടും കഴിയുമ്പോൾ ഈ യെരൂശലേം പുത്രിമാർ ചോദിക്കും, ശലോമി ഇത്രയും നല്ല ശലോമോനെ ഇതിന് വേണ്ടാന്ന് വെക്കണമോ? ഓരോരുത്തർ ചോദിക്കും, ശലോമി നീ ഇപ്പോഴും ആ പഴയ ചിന്ത വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഇടയൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ആ ഉടമ്പടിക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ശലോമോൻ്റെ ഭാര്യയാകൂ. എത്രയോ മഹത്തായ പദവിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്, എന്ത് വലിയ ശ്രേഷ്ഠമായ പദവിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രേരിപ്പിക്കും. അപ്പോൾ യെരൂശലേം പുത്രിമാരോട് ഇവൾ പറയുന്ന വാക്കുണ്ട്. 3-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കാം, 8-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കാം. യെരൂശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എത്ര ഉണർത്തിയാലും ഉണരുകയില്ല. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ആണിട്ട് പറയുകയാണ്, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് എന്നെ പ്രേരിപ്പിച്ചാലും ഞാൻ വഴങ്ങുകയില്ല. ഞാൻ ജീവിതത്തിലെടുത്തൊരു തീരുമാനമുണ്ട്, ജീവിതത്തിലെടുത്ത ഒരു സമർപ്പണമുണ്ട്, ഒരിക്കലായിട്ട് പറഞ്ഞൊരു സമർപ്പണമുണ്ട്. ആ സമർപ്പണത്തിൽ ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ 8-ാം അധ്യായം 4-ാം വാക്യം. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സന്ദേശം ഇതാണ്. ഏതെല്ലാം പ്രലോഭനം വന്നാലും, ആരെല്ലാം പ്രലോഭിപ്പിച്ചാലും, ലോകത്തിൻ്റെ അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളോ എന്തെല്ലാം വന്ന് മാടി വിളിച്ചാലും ഈ കന്യക അവളുടെ ഹൃദയത്തിലുള്ള തീരുമാനം മാറ്റുന്നില്ല. നാം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തവരല്ലേ? ഇല്ലേ? ഇനി കോപിക്കില്ല എന്ന് തീരുമാനിച്ചവരില്ലേ? ഇനി മദ്യം തൊടില്ലെന്ന് തീരുമാനിച്ചവരില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയും വഴക്കടിക്കാൻ ഞാൻ ഉണ്ടാവില്ല തീരുമാനിച്ചവരില്ലേ? എന്നെക്കൊണ്ട് ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചവരില്ലേ? എൻ്റെ പെരുമാറ്റം കൊണ്ട് ആർക്കൊരു വേദന വരാൻ ഇടവെത്തുകയില്ല എന്ന് തീരുമാനിച്ചവരില്ലേ? എൻ്റെ ഭർത്താവ് എൻ്റെ വാക്കുകൾ കൊണ്ട് ഇനി വേദനിക്കാൻ ഇടവരികയില്ല എന്ന് തീരുമാനിച്ചവരില്ലേ? എൻ്റെ ഭാര്യ ഞാൻ മൂലം കരയാൻ ഇടവരുത്തുകയില്ല എന്ന് തീരുമാനിച്ചവരില്ലേ? ചില സമർപ്പണങ്ങൾ എടുത്തവരാണ്. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് ചില സമർപ്പണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കാതെ നമ്മെ വ്യതിചലിപ്പിക്കാൻ, നമ്മെ തെറ്റിക്കാൻ പിശാച് വരുന്നുണ്ട്. ഇതാണ് ഓർക്കേണ്ട കാര്യം. സാത്താൻ വരുന്നുണ്ട്. അവൻ എപ്പോഴും നോക്കി നിൽക്കുകയാണ്. സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതിനും ചുറ്റി നടക്കുന്നു. ആരെ വിഴുങ്ങേണ്ടു? അവനിങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങാൻ പറ്റുക? അലറുന്ന സിംഹം പോലെ അലറിക്കൊണ്ട് വരുന്നു. ചിലപ്പോൾ അവൻ വെളിച്ചത്തിൻ്റെ വേഷത്തിൽ മാലാഖയുടെ രൂപത്തിൽ വരും, വേദപുസ്തക വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വരും. അതും അവന് വിഷമമില്ല. ചിലപ്പോൾ അവൻ ഉപായത്താൽ വരും, തന്ത്രപൂർവ്വം വരും, ഹവ്വായെ ചതിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചെയ്യേണ്ട ഒറ്റയ്ക്കൊരു കാര്യം, ഏതെല്ലാം പ്രലോഭനം വന്നാലും, എന്തെല്ലാം നഷ്ടം വന്നാലും ശരി, ലാഭം വന്നാലും ശരി, യേശുക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ അതിമനോഹരമായ വാക്യമുണ്ട്. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഈ സുവിശേഷയിൽ തന്നെ ചിലർക്ക് ഇഷ്ടക്കേട് വരികയും ചില പ്രധാനപ്പെട്ട ആളുകൾക്ക് എന്നോട് നീരസം വരികയും ചെയ്തപ്പോൾ ഇടയ്ക്ക് ആദ്യകാലത്തൊക്കെ എൻ്റെ മനസ്സ് ചഞ്ചലിച്ചു പോയി. തന്നെയുമല്ല, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് പോലും എന്നെ കളിയാക്കുന്നത് കേട്ടപ്പോഴേക്കും എനിക്കത് ഈ സുവിശേഷ വിലക്കേണ്ട ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലാതെ ഞാൻ ചീത്ത കേൾക്കുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോയി. ഒട്ടും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ. എനിക്ക് മനസ്സിലൊരു വിഷാദം വന്നു. ഒരു സമയം, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇത് എൻ്റെ കർത്താവിനോട് പറഞ്ഞ ഉടമ്പടിയിൽ നിന്നെ തെറ്റിക്കാനുള്ള പിശാചിൻ്റെ പരിശ്രമമാണ്. ഈ അപമാനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം എൻ്റെ യേശുവിനുള്ളതായ ഏകാഗ്രതയും നമ്മളുടെയും നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം പിശാച് ചെയ്യുന്ന കെണിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഉണർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പിശാചിൻ്റെ കെണിക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഞാൻ ദൈവത്തോട്, കർത്താവേ, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. പിശാചിൻ്റെ കെണിയിൽ ഞാൻ വീഴുകയില്ല. എന്ത് വന്നാലും ശരി കർത്താവേ, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ശരി, സഭയിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ളതായ ഭീഷണികൾ വന്നാലും ശരി, ഉന്നതന്മാരായ ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചാലും ശരി, എൻ്റെ കർത്താവിനോട് പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ മാറുകയില്ല. സ്തോത്രം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ മാറുകയില്ല എന്ന്
കാതലായി ഒരു തീരുമാനമെടുക്കുന്ന കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം വിട്ടു കളയരുത്. ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും നിങ്ങൾ മുന്നോട്ട് മാറരുത്. ആരെല്ലാം നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിഫലങ്ങൾ തരാമെന്ന് പറഞ്ഞാലും എന്തെല്ലാം വാഗ്ദാനങ്ങൾ തന്നാലും നിങ്ങൾ പിന്മാറരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അറ്റ് എനി കോസ്റ്റ് എന്തു വന്നാലും ശരി എൻ്റെ യേശുവിനെ ഞാൻ വിടുകയില്ല. യേശു തന്നായ പ്രമാണങ്ങളെ ഞാൻ വിടുകയില്ല. നിങ്ങളോട് എനിക്കതാ പറയാനുള്ളത്. നിങ്ങൾ സഭയൊന്നും മാറണ്ട, ഒരു സഭയും മാറണ്ട. നിങ്ങൾ പെന്തിക്കോസ്തിലാണോ? അവിടെ നിൽക്കുമോ? അതായും പറയുന്നു. നിങ്ങൾ എവിടെയാണോ? അല്ല, മാർത്തോമ സഭയിലാണോ? അവിടെ നിൽക്കുമോ? CS സഭയിലാണോ? അവിടെ നിൽക്കുമോ? ഏത് സഭയിലാണോ അവിടെ വിട്ട് മാറിയിട്ടൊരു ഒരു പ്രത്യേക പ്രയോജനമില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് അവിടെ ഒരു വിളക്കായി നിൽക്കൂ. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ ഒരു ദീപമായി നിങ്ങൾ ശോഭിക്കൂ. ദൈവത്തിന് സ്തോത്രം. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പെരുമാറിക്കൂടാ എന്നുള്ള ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തോട് ഞാൻ പറഞ്ഞുപോയി, ഒരിക്കലായിട്ട് ഞാൻ വാക്ക് പറഞ്ഞുപോയി. എൻ്റെ യേശുവിനോട് ഞാൻ വാക്ക് പറഞ്ഞുപോയി, ഞാൻ നിൻ്റെ ഒരു വിശുദ്ധനായി നിൽക്കുമെന്നാണ് പറഞ്ഞ വാക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ ഒരു വിശുദ്ധനായി നിൽക്കുമെന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞു. എത്രയോ വർഷങ്ങളായി കർത്താവേ. ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ കർത്താവ് എന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഞാൻ ഓൾറൈറ്റ് ആയില്ല, ഞാൻ പെർഫെക്റ്റ് ആയില്ല, എനിക്കറിയാം. പക്ഷേ കർത്താവ് എന്നെ പെർഫെക്റ്റ് ആക്കാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ പ്രിയ മണവാട്ടിയാക്കാൻ അവിടെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. സ്തോത്രം. നല്ല കെട്ടുറപ്പോടെയാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പെരുമാറിക്കൂടാ. ഞാനൊരു വാക്ക് കൊടുത്തുപോയി, എനിക്ക് പെരുമാറിക്കൂടാ. ഇതുവരെയും അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ. ഞാൻ മാമോദിസയായ മനുഷ്യനാണ്. പക്ഷേ 17ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. നിങ്ങളങ്ങനെ സമർപ്പണം എടുത്തിട്ടുണ്ടോ? എന്നെങ്കിലും ഈ ജീവിതം യേശുവിന് മാത്രം, ഇത് വേറെ ആർക്കും യാതൊരു കാര്യവുമില്ല. ഇത് എൻ്റെ യേശുവിന് മാത്രമായി ഞാൻ ഇതാ നിവേദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ്റെ യാതൊരു പ്രേരണയ്ക്കും വശംതനാകാതെ യേശുക്രിസ്തുവിൻ്റെ നൈർമല്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ ദൈവശക്തി ഏന്തിക്കൊണ്ട് ഞാൻ നിൽക്കും. നിങ്ങൾക്ക് തീരുമാനം എടുക്കാമോ? ഒരു കാരണവശാലും പാപത്തിൻ്റെ ഒരു കണിക പോലും വരികയില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അശുദ്ധിയുടെ ഒരു സ്പർശം പോലും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? യാതൊരു കാരണവശാലും ഒരു കാര്യത്തിലും കറപറ്റാൻ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഭാഗ്യം തോന്നുകയില്ലായിരിക്കും. പക്ഷേ കാണാം, ദിവസങ്ങൾ കഴിയും തോറും, മാസങ്ങൾ കഴിയും തോറും നിങ്ങളുടെ ഭാഗ്യം നക്ഷത്രം തെളിഞ്ഞ് ഉദിച്ച് വളരുന്നത് നിങ്ങൾ കാണാം. കർത്താവിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ഈ മക്കളെല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ചെറുകടിയിൽ അവൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കീഴിലേക്ക് ചേർത്ത് അണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൃക്കയിലേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ, നാഥ, അവിടുത്തെ 2ാമത്തെ വരയിൽ പറന്നു വരുന്ന വിസ്തുമാരുടെ നിരയിൽ നിൽപ്പാൻ ഈ മക്കളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും പുതിയ നന്മകളുണ്ട് അലങ്കരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.